ഹായ് ഓൾ, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു പുഷ്പരാജ്. ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ട്. നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇത് അർത്ഥമാക്കുന്നത്, അല്ലെ? അതായത് നാഷണൽ ലെവലിലായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണ്, എന്തിനൊക്കെ വേണ്ടി? ഫോർ ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇവിടെ ഓപ്ഷൻ എയിൽ പറയാണ് NCDC, ഓപ്ഷൻ ബിയിൽ പറയാണ് NCUI, ഓപ്ഷൻ സിയിൽ പറയാണ് NCCT ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയാണ് NLCF. ഏതാണ് വരിക? NCDC ആണോ, NCUI ആണോ, NCCT ആണോ, NLCF ആണോ? ഏതാണ് നമുക്ക് ആൻസർ വരിക? NCUI ആണ് ആൻസർ വരുന്നത്, അല്ലെ? എന്താണ്? NCUI ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. NCUI ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്റ്റോട് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ NCUI ആൻസർ ആയിട്ട് വരുന്നു. അപ്പം NCUI എന്താ? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, അല്ലെ? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആരാണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ലോകത്തിലാണെങ്കിൽ ഇതാരാണ്? ICA ആണ്. ഇന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഒക്കെയാണ് കാര്യങ്ങൾ നോക്കുക, അല്ലെ? ഓർത്തുക, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിന്റെ ഒരു എല്ലാ പോയിന്റ്സിലും പറയുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ എന്താ? ഇറ്റ്സ് എ നാഷണൽ ലെവൽ സ്പോക്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ നാഷണൽ ലെവൽ സ്പോക്സ്മാൻ, ഓർത്ത് വെക്കുക, നാഷണൽ ലെവൽ സ്പോക്സ്മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് NCUI ആണ് കേട്ടോ. നാഷണൽ ലെവൽ സ്പോക്സ്മാൻ എന്നറിയപ്പെടുന്നത് NCUI ആണ്. NCUI ഇസ് ദ നാഷണൽ ലെവൽ സ്പോക്സ്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിലെ നാഷണൽ ലെവൽ സ്പോക്സ്മാൻ എന്നറിയപ്പെടുന്നു. പിന്നെ പറയാണ് റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പൊ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ആരാണ്? അത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഇവരാണ് ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ആ ഒരു എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ നൽകേണ്ടത് ആരാണ്? അതൊക്കെ ഇവരുടെ ഉത്തരവാദിത്തമാണ്. ആരുടെ? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ NCUIന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1929 ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. എന്നാണ് 1929 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പേര് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്നാണ്. എന്തായിരുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്നായിരുന്നു. പിന്നീട് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ എന്നാക്കി മാറ്റി. എന്ന് 1959. 1929 അവര് രൂപീകൃതമാകുന്ന സമയത്ത് അവരുടെ പേര് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ. 1959 അവരുടെ പേര് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, ഇന്ന് കാണുന്ന NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നവരുടെ പേര് മാറ്റിയത് 1961 കേട്ടോ. 1961 എന്നാണ് 1961 ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവരുടെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇവർ റെക്കമെൻഡഡ് ബൈ ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCUI രൂപീകൃതമായെന്ന് ചോദിച്ചാൽ അത് ഗോഹാൻ കമ്മിറ്റിയാണ് കേട്ടോ. എന്താണ് മക്കളെ? ഗോഹാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCUI രൂപീകൃതമായിട്ടുള്ളത്. ഗോഹാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം. അടുത്തതാണ് ഇവർ രജിസ്റ്റർ ചെയ്തത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അല്ലേ? യൂണിറ്റ് ആക്ട് 1942 യൂണിറ്റ് രജിസ്റ്റർ അണ്ടർ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അല്ലേ? മൾട്ടി യൂണിറ്റ് ആക്ടിന്റെ അണ്ടറിലാണ് 1942 മൾട്ടി യൂണിറ്റ് ആക്ടിന്റെ അണ്ടറിലാണ് ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി, വർഷത്തിലൊരിക്കൽ മീറ്റ് ചെയ്യുന്ന അവരുടെ പൊതുയോഗം. ഓക്കെ, ജനറൽ ബോഡിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അവരുടെ മോട്ടോ ഞാൻ എല്ലാം ഓടിച്ച് പറഞ്ഞു പോവാണ് കേട്ടോ. എല്ലാം അത്രയും അങ്ങോട്ട് വിശകലനത്തിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് എല്ലാം ഓടിച്ച് പറഞ്ഞു പോവാണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. ഇനി പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല NCUI ആയിട്ട് പഠിക്കാനുള്ളത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതാണ് അവരുടെ മോട്ടോ. എന്താണ് അവരുടെ മോട്ടോ? ടു മേക്ക് ദ വോയിസ് ഓഫ് കോപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ. അതൊന്ന് നോക്കണം കേട്ടോ. എന്താണ്? ടു മേക്ക് ദ വോയിസ് ഓഫ് കോപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ. ടു മേക്ക് ദ വോയിസ് ഓഫ് കോപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ. ഇനി നമുക്ക് അവരുടെ പബ്ലിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ട് പോകാം. ഓക്കെ, മന്ത്ലി പബ്ലിക്കേഷൻ ആണ് ദ കോപ്പറേറ്റർ. മന്ത്ലി പബ്ലിക്കേഷൻ ആണ് ദ കോപ്പറേറ്റർ. ഓക്കെ, ഇനി കോപ്പറേറ്റർ എന്ന് ചോദിച്ചാൽ അത് വില്യം കിങ്ങിന്റെ പബ്ലിക്കേഷൻ ആണ് കോപ്പറേറ്റർ, അല്ലേ? അതും പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ദ കോപ്പറേഷൻ, അതൊക്കെ സ്വീഡനിലെ ബുക്കാണ് ദ കോപ്പറേഷൻ.
ഓക്കെ, അപ്പൊ ഓർത്ത് ദ കോപ്പറേറ്റർ NCUവിന്റെ ആണ്, കോപ്പറേറ്റർ വില്യം കിങ്ങിന്റെയാണ്. ദ കോപ്പറേഷൻ എന്ന് പറയാൻ സ്വീഡന്റെ ആയിട്ട് വരും. പിന്നെ ചില പുസ്തകങ്ങളിൽ ദ കോപ്പറേറ്റർ എന്ന വില്യം കിങ്ങിന്റെ ബുക്കിനെ പറയാറുണ്ട്. കാരണം ഫേമസ് ബുക്കിന്റെ എന്താണ് മുൻപേ നമ്മൾ ദ ചേർക്കാറുണ്ട്, ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കാറില്ലേ. ആ രീതിയിലും അങ്ങനെ കണക്കാക്കുന്നുണ്ട് എന്ന് ചില എന്താ പറയുക ബുക്സുകൾ അങ്ങനെ കാണുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഇത് പഠിച്ചാൽ മതി. ദ കോപ്പറേറ്റർ NCUവിന്റെ മന്ത്ലിയാണ്, കോപ്പറേറ്റർ വില്യം കിങ്ങിന്റെ ബുക്കാണ്. പിന്നെ ദ കോപ്പറേഷൻ അത് സ്വീഡനിലെ ബുക്കാണെന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ആണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് ക്വാർട്ടർലി ആണ്. പിന്നെ കോപ്പറേറ്റീവ് ന്യൂസ് ഉള്ളത് ക്വാർട്ടർലി. അതുകൊണ്ട് മന്ത്ലി വരുന്ന ഏതാണ്? ദ കോപ്പറേറ്റർ ആണെന്ന് ഓർത്ത് വെച്ചേക്കും. ദ കോപ്പറേറ്റർ ആണ് മന്ത്ലി വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഏകദേശം നമുക്കൊരു 5 മിനിറ്റ് വേണ്ടി വന്നു. ഒരു ക്വസ്റ്റിനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാൻ 5 മിനിറ്റ് വേണ്ടി വന്നു. നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിക്കാൻ 10 മിനിറ്റിന് വേണ്ട. ക്വസ്റ്റ്യൻ എടുത്താൽ അതുമായി ബന്ധപ്പെട്ട അതിന് നമ്മളതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കി പോകണമെങ്കിൽ നമുക്ക് എത്ര ഒരു 10 മിനിറ്റിന് വേണം കേട്ടോ. നോർത്ത് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ 5 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ദ NDDB, ദ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB എന്ന് പറയും അല്ലേ. ഓപ്ഷൻ എ പറയാണ് 1951, ഓപ്ഷൻ ബിയിൽ പറയാണ് 1975, ഓപ്ഷൻ സിയിൽ പറയാണ് 1965 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയാണ് 1971 കേട്ടോ. അപ്പൊ എന്നാണ് NDDB രൂപീകൃതമായത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് രൂപീകൃതമായത് 1965 1965 ഓർത്ത് വെച്ചത്. എന്നാണ് 1965 1965 NDDB രൂപീകൃതമായത്. ഇനി നമുക്ക് ജസ്റ്റ് NDDB കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. NDDB ആക്ട് ഇപ്പൊ സാധാരണ ഈ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അല്ലെങ്കിൽ ബോർഡ് വരുന്നതിന് മുൻപായിട്ട് ആക്ട് വരണം. നമ്മൾ അങ്ങനെയല്ലേ പൊതുവെ കണ്ടുവന്നേക്കുന്നത് അല്ലേ. എന്നാണോ ഇത് തുടങ്ങുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ബോർഡ്, അതിന് തൊട്ട് മുൻപ് തലേ വർഷമൊക്കെ ആയിരിക്കും ആക്ട് വരിക. പക്ഷെ ഇവിടെ മനസ്സിലാക്കി വെക്കുക 1965 NDDB വന്നെങ്കിലും അതിന്റെ NDDBയുടെ ആക്ട് വന്നത് 1987 കേട്ടോ. 65 ഏകദേശം 22 വർഷത്തിന് ശേഷമാണ് ആ ആക്ട് വന്നത് എന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹെഡ് ക്വാർട്ടർ ആനന്ദ്, ഗുജറാത്തിലെ ആനന്ദിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക ഹെഡ് ക്വാർട്ടർ. പിന്നെ പറയുന്നുണ്ട് എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NDDB in 1970. ഇത് ഓർത്തേക്കണം കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് ഒരുപാട് തവണ നമ്മൾ PYQ നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? അത് NDDB ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NDDB എന്ന് ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് ചെയർമാൻ വർഗീസ് കുര്യൻ കേട്ടോ. ഫസ്റ്റ് ചെയർമാൻ വർഗീസ് കുര്യൻ ആണ്. പിന്നെ ഓർത്ത് നോക്കുക ഇറ്റ് ഈസ് അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൺട്രോളിൽ വരുന്നതാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഈ ബോർഡ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത്രത്തോളം പ്രാധാന്യമില്ല. പ്രധാനപ്പെട്ട ആക്ട് വർഷം വർഗീസ് കുര്യൻ നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് NDDB ആണ് 1970. ഹെഡ് ക്വാർട്ടർ ഗുജറാത്തിലെ ആനന്ദിലാണ്. ഇതാണ് പ്രധാനപ്പെട്ടതാണ് പഠിച്ചിട്ട് പോകേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. The bank established with a vision, Development Bank of the Nation for fostering rural prosperity. എന്നാണ് the bank established with a vision, Development Bank of the Nation for fostering rural prosperity. ഓപ്ഷൻ എ പറഞ്ഞു NCDC ബാങ്ക് അല്ല, ഓപ്ഷൻ ബി NABARD, ഓപ്ഷൻ സി NAFED, ഓപ്ഷൻ ഡി NCCF. ഏതാണ്? പേര് കേൾക്കേണ്ടത് നാഷണൽ അല്ലേ, റൂറൽ പ്രോസ്പെരിറ്റി. ആരാണ്? നമ്മുടെ സ്വന്തം NABARD അല്ലേ, നമ്മുടെ NABARD ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, NABARD ആൻസർ വരുന്നത് NABARD ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്തത് 12 ജൂലൈ 1982. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടർ. അത് പറയാവുന്നതാണ്. റെക്കമെൻഡ് ചെയ്ത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? നമ്മുടെ ട്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ കേട്ടോ. ട്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഇനീഷ്യൽ ക്യാപിറ്റൽ 100 കോടിയാണ് അതിന്റെ ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് കണ്ടെത്തുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 15 പേരാണ്. പിന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് NABARD, BAID, ഓക്കെ, ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. പിന്നെ BAID ഈസ് രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860. ആദ്യത്തെ BAID വരുന്ന എവിടെയാണ്? അത് ലക്നൌവിലാണ്. 1983 ലക്നൌവിലാണ് ആദ്യം BAID വരിക. BAID എന്ന് പറഞ്ഞതാണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. പിന്നെ സെൻട്രൽ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, ഓക്കെ, CPC ഇൻ BAID ലക്നൌ എന്നാണ് 2009. ഇതിനു വേണ്ടിയാണ് സപ്പോർട്ടിംഗ് കോപ്പറേറ്റിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ പബ്ലിക്കേഷൻ ഓഫ് NABARD അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പബ്ലിക്കേഷൻ ഓഫ് NABARD ഗ്രാമീയ
ഓക്കെ, ഗ്രാമീയ ഇസ് ദ പബ്ലിക്കേഷൻ ഓഫ് നബാർഡ്. ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള പോയിന്റാണ് ഗ്രാമീയ ഇസ് ദ പബ്ലിക്കേഷൻ ഓഫ് നബാർഡ് എന്ന് ഓർത്ത് വെച്ചേക്ക്. പിന്നെ 3 ടൈപ്പ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. KCC, സൗരോസ്കർ കാർഡ്, രാഷ്ട്രീയ കൃഷി ബീമാ യോജന. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ചോദിച്ചാൽ KCC ഇമ്പോർട്ടൻ്റ് ആണ്, സൗരോസ്കർ ക്രെഡിറ്റ് കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും ഓർത്ത് വെക്കുക. കാരണം നമ്മൾ RV ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു മോഡൽ KCC എന്ന രീതിയിലാണ് നബാർഡ് അത് ഇഷ്യൂ ചെയ്യുക എന്നൊക്കെ നമ്മൾ നബാർഡിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് 1998, അത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു മോഡൽ KCC എന്നാണ് അറിയപ്പെടുക കേട്ടോ. ഓക്കെ, പിന്നെ സൗരോസ്കർ ക്രെഡിറ്റ് കാർഡ്, രാഷ്ട്രീയ കൃഷി ബീമാ യോജന. ഓക്കെ, പിന്നെ ഓർത്ത് വെക്കുക നബാർഡിന് 7 സബ്സിഡറീസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്ക്. എത്ര സബ്സിഡറീസ് ഉണ്ട് നബാർഡിന്? 7 സബ്സിഡറീസ് ഉണ്ട്. ഇപ്പൊ അതെല്ലാം ഒന്നും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ PYQ ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നബാർഡിനെ കുറിച്ച് പഠിക്കുമ്പോഴേ അത് നമ്മൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്, നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഒക്കെ നബാർഡിന്റെ ഫണ്ടാണെന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഇതൊക്കെ നബാർഡിന്റെ ഫണ്ടാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇത്രയാണ് നമ്മളൊരു 2-3 ക്വസ്റ്റ്യൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു 3 ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ചെറിയൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ ചെറിയൊരു ക്ലാസ്സിൽ എന്താണ് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി വരും ക്ലാസ്സുകളിൽ എന്താണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ കോഴ്സ് മാസ്റ്റർ കീയിൽ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. നല്ലൊരു കോഴ്സ് അല്ലെ, നല്ല രീതിയിൽ വളരെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ, ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമ്മളിവിടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട CSIBയുടെ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ഫീസ് കേട്ടോ. അതാണ് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് റെക്കോർഡർ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, PYQ ഡിസ്കഷൻസ്, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു കോഴ്സിനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.